എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ലെറ്റസ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ വായിക്കുകയാണ്. ഫെബ്രുവരി 9 തിങ്കളാഴ്ച. മലേഷ്യൻ സന്ദർശനം സഹകരണം ശക്തമാക്കുമെന്ന് മോദി. ഭീകരതയോട് ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്കില്ല. തുടർഭരണം ചർച്ചകൾക്ക് വഴി തുറന്ന് സച്ചിദാനന്ദൻ. ചിത്രം വെച്ചാണോ SIT അന്വേഷണം? അടൂർ പ്രകാശ്. ആൻ്റണിക്കെതിരെ വിജിലൻസിൽ പരാതി. മുൻ മന്ത്രി ദിവാകരൻ്റെ മീൻ കഥ തള്ളി ആനത്തടവട്ടം ആനന്ദൻ്റെ മകൻ. നിയമം ലംഘിച്ചാൽ 5 ലക്ഷം രൂപ പിഴ അടയ്ക്കണം. കിണർ ജലം ടാങ്കറിൽ ഇനി രജിസ്ട്രേഷൻ വേണം. ഭൂഗർഭജല വകുപ്പ് ജില്ലാ ഓഫീസിൻ്റെ NOCയും നിർബന്ധം. കിണറിൽ നിന്നോ കുഴൽ കിണറിൽ നിന്നോ ജലമെടുത്ത് ടാങ്കറുകളിൽ വിതരണം ചെയ്യാൻ രജിസ്ട്രേഷനും NOCയും നിർബന്ധമാക്കി. നിയമം ലംഘിച്ചാൽ 5 ലക്ഷം രൂപയാണ് പിഴ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. രണ്ടാം ഫോറൻസിക് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. തട്ടിക്കൊണ്ടുപോയ അല്ലെങ്കിൽ കളവ് നടത്തിയ തട്ടിയ സ്വർണം ഇരട്ടിയിലേറെയാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ കണ്ടെത്തൽ. എന്തായാലും ഓരോരോ കാര്യങ്ങൾ പുറത്തു വരട്ടെ. അയ്യപ്പൻ്റെ സന്നിധിയിലുള്ള സ്വർണം മോഷ്ടിച്ചത് ആരായാലും അവരെ പിടിക്കണമെന്നാണ് കേരളത്തിലെ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് അറിയിക്കാനുള്ളതും പറയാം. മലയാള മനോരമ ന്യൂസ് മേക്കർ പുരസ്കാരം 2026 VD സതീശൻ അർഹനായി. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നു. എപ്സ്റ്റീൻ ഫയൽസിൽ ഇനി ആരൊക്കെ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലോകം. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളിയുടെ സൗഹൃദ വലയ്ക്കുള്ളിലായിരുന്ന ലോകം നിയന്ത്രിച്ചിരുന്ന പല പ്രമുഖരും ചിലർ തെറ്റേറ്റു പറഞ്ഞ് മാപ്പിരക്കുന്നു, ചിലർ ആരോപണങ്ങൾ അപ്പാടെ തള്ളുന്നു. US സർക്കാർ പുറത്തുവിടുന്ന രേഖകളിൽ ഇനി തെളിയുക ആരുടെയൊക്കെ പേരുകൾ. ഭയങ്കര ടെൻഷനിലാണ്. പണ്ട് ലോകം വിറപ്പിച്ച വലിയ പേര് കേട്ട ആളുകളിലൊക്കെ ഇന്ന് തടി തപ്പി ഓരോ കാര്യങ്ങൾ പറയാണ്. ഇതിനകത്ത് വന്നിട്ടുള്ള പേരുകൾ എല്ലാം ശരിക്കും നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്ന് വായിക്കണം. ഇന്നത്തെ പേജിൽ 4ാമത്തെ പേജിൽ ഇതിനെ സംബന്ധിച്ച് ഒരു പരമ്പര തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ എന്താ പറയുക, എപ്സ്റ്റീൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുമുള്ള പരമ്പര ഇന്ന് മുതൽ മലയാള മനോരമ പത്രത്തിൻ്റെ 4ാം പേജിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചു. നിങ്ങളും സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കണം. അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, സമയമെടുത്ത് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം വായിക്കാൻ ശ്രമിക്കുക. ഈ ചാനലും ഇന്നത്തെ വാർത്ത വായിച്ചതും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലെറ്റസ് റീഡ് വിത്ത് അബീസ് എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നാളെ കാണാം.